ഹായ് ആൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് സൗദിയിലേക്കാണ് ഉംറ നിർവഹിക്കാനായിട്ട്. അപ്പോൾ ഇത് ഷാർജ എയർപോർട്ടാണ്. ഷാർജ എയർപോർട്ടിൽ നിന്നും ജിദ്ദ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 6:30 ആയിട്ടുണ്ട്. ഒരു സൺസെറ്റിൻ്റെ ടൈമാണ്. അപ്പോൾ നല്ല മാഷാഅല്ലാഹ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല സൺസെറ്റിൻ്റെ നല്ല വ്യൂ ഉണ്ട്. മസ്ജിദുൽ ഹറമിൽ എത്തുന്നത് വരെ ലബൈക്ക് അല്ലാഹുമ്മ ലബൈക്ക് എന്ന ദിക്ർ നമ്മൾ ചൊല്ലിക്കൊണ്ടേ ഇരിക്കണം. അങ്ങനെ ഇപ്പോൾ മീക്കാത്ത് എത്തിയെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൗദി ഫ്ലൈറ്റ് ആയ കാരണം മീക്കാത്ത് എത്തിയാൽ അവർ അനൗൺസ് ചെയ്യും. അങ്ങനെ ഇഹ്റാം ചെയ്യേണ്ടവർക്ക് ഇഹ്റാം ചെയ്യുക. അതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ തന്നെ എയർപോർട്ടിൽ നിന്ന് തന്നെ ഇഹ്റാം ചെയ്തിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാഹ് നമ്മൾ ജിദ്ദയിലെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് പോരുകയാണ്. ഇനി ഇവിടെ നിന്നൊരു 1 hour യാത്ര ഉണ്ട് മക്കയിലേക്ക്. അങ്ങനെ ഇതാ അൽഹംദുലില്ലാഹ് നമ്മൾ മക്കയിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഹോട്ടലിൻ്റെ പേര് അൽ കിസ്വ ടവർ ഹോട്ടൽ എന്നാണ്. അപ്പോൾ നമ്മൾ നേരെ മക്കയിൽ പോയിട്ട് ഉംറയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉംറയ്ക്ക് കഴിഞ്ഞ് നമ്മൾ നേരെ ഹോട്ടൽ റൂമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഹോട്ടൽ റൂമിൽ നിന്നുള്ള വ്യൂ ആണ്. ആ കാണുന്നതാണ് മസ്ജിദുൽ ഹറം. അപ്പോൾ ഇവിടുന്ന് ഹോട്ടൽ റൂമിൽ നിന്ന് വിൻഡോയിലോട്ടുള്ളൊരു വ്യൂ ആണത്. ശരിക്കും ഇവിടെ വന്നപ്പോൾ നമ്മൾ ആ ഒരു മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്ന ആ ഒരു മക്കയല്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു. ഫുള്ള് മലകളാൽ ചുറ്റപ്പെട്ടിട്ട് അതിൻ്റെ നടുക്കൊക്കെ ഒരുപാട് ബിൽഡിങ്സും കുറേ പണി നടക്കുന്നുണ്ട്, കുറേ പൊളിക്കുന്നുണ്ട്, കുറേ മലയൊക്കെ നിരത്തിയിട്ടാണ് ഓരോ ബിൽഡിങ്സ് ഒക്കെ കയറ്റിയിട്ടുള്ളത്. കംപ്ലീറ്റ് മലകളാണ്. മലകളാൽ ചുറ്റപ്പെട്ട ഒരു നഗരമാണ് ഈ മക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് മക്ക എന്ന നഗരം. ഈ ഭൂമിയിൽ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള പ്ലേസാണ് മക്ക. ഒരുപാട് മലകളുണ്ട്. നമ്മുടെ ജബൽ നൂർ അങ്ങനെ ഒരുപാട് മലകളുണ്ട്. മസ്ജിദുൽ ഹറമിൻ്റെ ചുറ്റിലാണെങ്കിലും മലകൾ തന്നെയാണ്. അങ്ങനെ ഹറമിലേക്ക് നമ്മൾ ഹോട്ടൽ റൂമിൽ നിന്ന് ബസ് സർവീസ് ഉണ്ട്. 24 hours ബസ് സർവീസ് ഉണ്ട്. ഹറമിൻ്റെ അടുത്തേക്കൊന്നും കാറിൻ്റെ എൻട്രി ഒന്നുമില്ല. ഇപ്പോൾ ഉംറയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ്. അങ്ങനെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഹോട്ടൽ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ ഒരു രാത്രിയിലുള്ളൊരു വ്യൂ ആണ്. ഫുള്ള് ലൈറ്റ്സൊക്കെ കത്തിച്ച്. പിന്നെ അവിടെ എന്തോ ഒരു ഫ്ലാഗ് ഡേ അങ്ങനെ നാഷണൽ ഡേൻ്റെ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കാരണം കുറേ ഗ്രീൻ ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ടാക്സി വരെ ഗ്രീനിലാണ്, ഗ്രീൻ കളറാണ്, ഫുൾ ഗ്രീനാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഹോട്ടൽ റൂമിലെ റിസപ്ഷൻ ഏരിയയിലുള്ള ഒരു വ്യൂ ആണ്. പിന്നെ ഇവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഇതൊരു 5-6 ടവറുകളുണ്ട്. ഓരോ ടവറിൻ്റെ താഴെയും ഒരുപാട് ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട്. ഇത് ഇവിടെ ഇങ്ങോട്ട് വരുന്ന ബസ്സാണ്. ഇവിടെ 24 hours ഹറമിലേക്കുള്ള ബസ് സർവീസ് ഉണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട കളറാണ്, ഫേവറേറ്റ് കളർ എന്ന് പറയുന്നത് ഗ്രീനാണ്. അത് കാരണമാവും ഇവിടെ എല്ലാം ഗ്രീൻ എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. നമ്മുടെ പർദ്ദ ഉംറയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും, മുസല്ല, അതുപോലെ തസ്ബി, അങ്ങനെ ഒരുവിധ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ അതിനകത്ത് തന്നെ ഈ ഒരു ഹോട്ടലിനകത്ത് തന്നെ ഒരു ഗ്രോസറി ഷോപ്പും വരുന്നുണ്ട്. പിന്നെ ഇവിടെ കേരള ഫുഡ് കിട്ടാനാണ് കുറച്ച് പണി. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ അറബിക് ഫുഡ് തന്നെ ആയിരുന്നു മെയിനായിട്ട്. നമ്മുടെ നാടൻ ഭക്ഷണം ഇവിടെ അടുത്തൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന ഓറഞ്ച് ബസ്സാണ് നമ്മുടെ ഈ ഹോട്ടലിൻ്റെ ബസ്. ഒരു 5 minutes ദൂരമേ ഉള്ളൂ ഹറമിലേക്ക്. ഓരോ മിനിറ്റ് കൂടുമ്പോഴും ബസ് വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഓരോ രാജ്യത്തെ ഉംറ ഗ്രൂപ്പിൻ്റെ ബസ്സാണ്. ഇത് പിന്നെ നമ്മളുടെ ഹോട്ടൽ റൂമിനകത്തുള്ള കോറിഡോറാണ്. ഉംറ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഫർദ് നിസ്കാരത്തിൻ്റെ ടൈമിലും ഹറമിൽ പോയിട്ട് നിസ്കരിക്കാവുന്നതാണ്. മസ്ജിദുൽ ഹറമിലെ നിസ്കാരം എന്ന് പറയുന്നത് വേറെയുള്ള ഇടങ്ങളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ 100,000 ഇരട്ടിയാണ് കൂലി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും പ്രതിഫലമുള്ള നിസ്കാരമാണ്. ഇവിടുന്ന് ഹറമിലേക്കുള്ള ഒരു വ്യൂ ആണിത്. ഹറമിലേക്കും ക്ലോക്ക് ടവറിലേക്കുള്ള ഒരു വ്യൂ ആണ്. ആ ഒരു നൈറ്റ് വ്യൂ ആണ്. നല്ല ലൈറ്റ്സൊക്കെ കത്തിച്ച് നല്ല മാഷാഅല്ലാഹ് നല്ല വ്യൂ ആയിരുന്നു. ആ കാണുന്ന വൈറ്റ് കളറിൽ കാണുന്ന ആ മിനാരമാണ്, അതാണ് മസ്ജിദുൽ ഹറമും പരിസരവും. പിന്നെ ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് ക്ലോക്ക് ടവർ.
പിന്നെ റൂമിൽ എപ്പോഴും 24 hours ഹറമിൽ നടക്കുന്നത്, അതുപോലെ മദീനയിലും മക്കയിലൊക്കെ നടക്കുന്ന വ്യൂസ് അവർ ടെലികാസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ നമുക്ക് മസ്ജിദുൽ ഹറമിലേക്ക് കടക്കാം. അപ്പോൾ ഈ കാണുന്നത് സഫ മറവയിലെ ആ ഒരു മലയുടെ ഒരു ഭാഗമാണ്. ഇത് സൈ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ കണ്ടില്ലേ സഫ സ്റ്റാർട്ട് എന്ന് പറയുന്നത്. സഫ ടു മറവ ഒരു റൗണ്ടാണ്, പിന്നെ മറവ ടു സഫ വീണ്ടും രണ്ടാമത്തെ റൗണ്ടാണ്. ഈ കാണുന്ന ഗ്രീൻ ലൈറ്റ്സ് കണ്ടോ, ഇവിടെ എത്തുമ്പോൾ പുരുഷന്മാർ കുറച്ച് സ്പീഡിൽ നടക്കണം, അല്ലെങ്കിൽ ഒന്ന് ഓടണം എന്നാണ് പറയുന്നത്. നമ്മൾ ആദ്യം കഅബ കാണുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലണം. നമ്മൾ ഫസ്റ്റായിട്ട് കഅബ കാണുമ്പോൾ അതൊരു പ്രത്യേക ഫീലിംഗ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഉംറ കർമ്മം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഉംറ എല്ലാം നിർവഹിച്ചു. ഇപ്പോൾ ഫർള് നിസ്കാരത്തിന് വന്നതാണ്. ഇപ്പോൾ ഒരു തഹജ്ജുദിൻ്റെ സമയമാണ്. അങ്ങനെ തഹജ്ജുദ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ആളുകൾ ചിലർ നിസ്കരിക്കുന്നുണ്ട്, ആളുകൾ സുബഹി ബാങ്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഫർള് നിസ്കാരത്തിൻ്റെ ടൈം ആകുമ്പോൾ തവാഫെല്ലാം നിർത്തിവെക്കും. ഇപ്പോൾ ആളുകളെല്ലാം നിസ്കാരത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. സുബഹി ബാങ്കിന് ടൈമായി. ഹറമിലെ ബാങ്ക് വിളിക്കുന്നത് കേൾക്കാൻ ഒരു പ്രത്യേക ഫീലിംഗ് ആണ് കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ്. ഇതെല്ലാം പള്ളീനകത്ത് വരുന്ന ഭാഗമാണ്. വളരെ മനോഹരമാണ് ഈ ഒരു മസ്ജിദുൽ ഹറം കാണാനായിട്ട്. ഓരോ തൂണുകളും എത്ര മനോഹരമായിട്ടുള്ള ആർക്കിടെക്ചറാണെന്നറിയോ. ഈ ലൈറ്റ്സ് ആണെങ്കിലും ഓരോ തൂണുകളാണെങ്കിലും. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ കിങ് ഫഹദ് ഗേറ്റിലൂടെയാണ് പുറത്ത് കിടക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് മസ്ജിദുൽ ഹറമിൽ പ്രവേശിക്കുമ്പോൾ ദാറുസ്സലാം ഗേറ്റിലൂടെയാണ് പ്രവേശിക്കേണ്ടത്. അങ്ങനെ ഇതാണ് മസ്ജിദുൽ ഹറമിൻ്റെ പുറത്തുള്ള കാഴ്ച. ഇപ്പോൾ സമയം 6:12 സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ആളുകളെല്ലാം പുറത്തിറങ്ങിയിട്ടുണ്ട്. നേരം വെളുക്കുന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ 24 hours ലൈറ്റ് ആയത് കാരണം നല്ല വെളിച്ചം ലൈറ്റ്സൊക്കെ ഉണ്ട്. കുറേ ആളുകൾ ഹറമിലേക്ക് വരുന്നുണ്ട്, കുറേ ആളുകൾ തിരിച്ചു പോകുന്നുണ്ട്. ഫുൾ ടൈം ആളുകളാണ്. നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ ഹജ്ജിൻ്റെയൊക്കെ സീസൺ വരാനായതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് ഗേറ്റ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 90-100 ഗേറ്റോളം ഉണ്ട് മസ്ജിദുൽ ഹറമിന്. അങ്ങനെ നമ്മൾ ബസ് കയറാൻ വേണ്ടിയിട്ട് ബസ്സെല്ലാം വരുന്നൊരു സ്റ്റാൻഡുണ്ട്. ഹറമിൻ്റെ അടുത്തേക്ക് വണ്ടികൾക്കൊന്നും പ്രവേശനമില്ല. കുറച്ച് വിട്ട് ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്. അങ്ങനെ ബസ്സിലൊക്കെ കയറി ഒരു 2 മിനിറ്റേ ഉള്ളൂ നമ്മുടെ ഹോട്ടൽ റൂമിനകത്തേക്ക്. അങ്ങനെ ഹോട്ടലിലെത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓരോ ഫർദ് നിസ്കാരത്തിന് ശേഷവും സൗദി ഗവൺമെൻറ്റിൻ്റെ വക എന്തെങ്കിലുമൊക്കെ അങ്ങനെ സ്വതക്ക കൊടുക്കുന്നുണ്ടാവും കേട്ടോ. എന്തെങ്കിലും ഫുഡ് ഐറ്റംസോ വെള്ളമോ ചായയോ അങ്ങനെ എന്തെങ്കിലും എല്ലാ വക്തിനും അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗ്രൂപ്പായിട്ടൊന്നല്ലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. സ്വന്തമായിട്ട് വിസയും ടിക്കറ്റൊക്കെ എടുത്തിട്ട് അങ്ങനെ ആയിരുന്നു പോയിരുന്നുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് പോകുന്നവർക്ക് ഗ്രൂപ്പായിട്ട് പോകുന്നതാവും ബെറ്റർ. കുറച്ചും കൂടെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെ ഒരു ഗൈഡൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും.
പിന്നെ ഇപ്പോൾ നമ്മുടെ ഉംറ കർമ്മമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ ഇതാ നേരം വെളുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. ഇപ്പോൾ ഒരു 10-11 മണിയായിട്ടുണ്ട്. നമ്മൾ ഉംറ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് തവാഫാണ്. കഅബയ്ക്ക് ചുറ്റുള്ള തവാഫ്. അത് 7 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. അതിനുശേഷം മക്കാം ഇബ്രാഹിമിൻ്റെ പിറകിലായിട്ട് നിന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. അതിനുശേഷം നമ്മൾ സംസം വെള്ളം കുടിച്ചതിന് ശേഷമാണ് സഅയ് ചെയ്യാൻ വേണ്ടിയിട്ട് സഫാ മർവയിലേക്ക് കയറുന്നത്. അതും 7 പ്രാവശ്യമാണ്. അതിനുശേഷമാണ് നമ്മൾ മുടി മുറിച്ചിട്ട് നമ്മുടെ ഉംറ കർമ്മം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഒരുപാട് നാളത്തെ ഒരു നിയത്തായിരുന്നു ഈ ഒരു ഉംറ. അൽഹംദുലില്ലാഹ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അങ്ങനെ മനസ്സിലാഗ്രഹമുള്ളവർക്ക് എല്ലാവർക്കും അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റട്ടെ. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാം. ഇനി നമ്മൾ മദീനയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒരു നെക്സ്റ്റ് പാർട്ടായിട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.